വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റ്, തികച്ചും വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റ് അവസാനം വരെ കാണുക. കാരണം ഇത് ഒരു കഥ പറച്ചിൽ ആയിട്ട് നിങ്ങൾ കരുതരുത്, വെറുതെ സമയം പോകുന്ന ഒരു കഥ പറച്ചിൽ. കാരണം അത്ര സീരിയസ് ആണ്. കാരണം എനിക്ക് നേരിട്ട് അനുഭവമുള്ള കുറ്റകൃത്യം നടത്തിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേരിട്ട് അറിയില്ല, ആളിനെ കുറിച്ചുള്ള വേറെ ബോട്ട്സ് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ട് ഒരിക്കൽ സംസാരിച്ചു. ഇതേപോലെ അടുത്തടുത്തിരുന്ന് നിന്ന് സംസാരിച്ചു. ട്രെയിനിലായിരുന്നു. പറയാം, മുന്നോട്ട് വീഡിയോ കാണുക. എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചെറുപ്പകാലം, അതായത് ഏകദേശം ചെറുപ്പം എന്ന് പറയുമ്പോൾ ടീനേജ് കഴിഞ്ഞ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഏകദേശം 78-80 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിയുടെ ഒരു അവധി കാലത്താണെന്ന് തോന്നുന്നു. അവധിക്കാലം എന്ന് പറയാനൊക്കത്തില്ല, കാരണം ഒക്ടോബർ മാസത്തിലാണ് ഒരു സംഭവം നടന്നത്. അതായത് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ തിരുവല്ല സ്വദേശിയാണ് ഞാൻ. അപ്പോൾ അവിടെ നടന്ന ഒരു കൊലപാതകം, മധ്യ തിരുവിതാംകൂറിൽ നടന്ന ഈ ഒരു സംഭവം അന്ന് ഇരട്ട കൊലപാതകമായിരുന്നു. ഇരട്ട കൊലപാതകം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൊലപാതകം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് ഒക്ടോബർ 7-ാം തീയതി സുപ്രഭാതത്തിലെ പേപ്പറുകൾ എല്ലാം വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പം ഇത് സ്പ്രെഡ് ചെയ്തു. ഇങ്ങനെ കാട്ടുതീ പോലെ എല്ലായിടത്തും. കരിക്കൻ വില്ല എന്ന് പറയുന്ന വീട് മീന്തലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവല്ലയിൽ നിന്ന് മഞ്ഞാടിക്കടുത്ത് മീന്തലക്കര, അതായത് നമ്മൾ കോഴഞ്ചേരിക്ക് പോകുന്ന ഇപ്പോഴത്തെ തിരുവല്ല, പണ്ട് തിരുവല്ല TK റോഡായിരുന്നു, തിരുവല്ല കോഴഞ്ചേരി റോഡ്. ഇന്നിപ്പോൾ അത് റോഡിൻ്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും അതിലേക്കല്ല മെയിൻ വിഷയം. നമ്മുടെ ഈ കൊലപാതകം അന്ന് സംഭവിച്ചതറിഞ്ഞ് ജനക്കൂട്ടം ഇതുപോലെ തിങ്ങി അവിടെ പോയ ഒരു സംഭവം ഞാൻ തിരുവല്ലയിൽ കണ്ടിട്ടില്ലായിരുന്നു. പല പബ്ലിക് മീറ്റിങ്ങുകളും ഒക്കെ കണ്ടെങ്കിലും, കാരണം കിലോമീറ്ററുകൾ അപ്പുറം തൊട്ട് സൈക്കിളുകളൊക്കെ ആയിരുന്നു അന്ന് കൂടുതലും. 2 വീലർ പോലും വളരെ കുറവാണ്. അപ്പോൾ 2 വീലറുകളും സൈക്കിളുകളും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു, കാറുകളും ഒക്കെ. അപ്പോൾ ഇങ്ങനെ അവിടെ വരെ പോയി. ഞങ്ങൾ നടന്നാണെന്ന് തോന്നുന്നു. കാരണം അന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ സൈക്കിൾ പോലും ഇല്ല. ഞാനൊരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂട്ടറൊക്കെ വാങ്ങിയത്. അപ്പം അന്ന് ഇങ്ങനെ പോയി, ആരോ കൂട്ടുകാരുടെ ഒപ്പം പോയി എന്നാണ് എനിക്ക് ഓർമ്മ. കൂട്ടുകാരെ പോലും എനിക്ക് ഓർമ്മയില്ല, കാരണം അത്രയ്ക്ക് ആ ഒരു സംഭവത്തെക്കുറിച്ച് ഉള്ള വ്യാപ്തി മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് കൂട്ടിക്കോ. അത് അന്ന് മുതൽ ആ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് അത്ര കിടുങ്ങിയ ഒരു സംഭവമായിരുന്നു. കാരണം അവിടെ പോയി ഈ സംഭവം നടന്നത് കാണാൻ പോയതിലുപരി എൻ്റെ ഓർമ്മ മുഴുവൻ ഞാൻ ഈ കൊലപാതകം നടത്തിയ പ്രതികളെ പോലീസ് പിടിച്ചുകൊണ്ട് ഒരു 10 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അവിടെ പിടിച്ചുകൊണ്ട് വന്ന് വിലങ്ങിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സീൻ അതായിരുന്നു. അത് അവിടെ കാണുവാനും ഒക്കെ തടിച്ചുകൂടിയ വിവരങ്ങളാണ് കൂടുതലും മനസ്സിൽ വരുന്നത്. അപ്പോൾ അന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തൊന്നും ആരെയും അടുപ്പിക്കത്തില്ല പോലീസൊന്നും. പക്ഷേ അതിന് ഈ പുറത്ത് ഗേറ്റിന് വെളിയിൽ, റോഡിന് വെളിയിൽ കൂടി നിൽക്കുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് റിനി ജോർജ് സംഘവുമാണ്. റിനി ജോർജ് എന്ന ഒരു മലയാളി എടുത്ത് പറയാൻ കാര്യം, ഈ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേരും 4 രാജ്യക്കാരാണ്. അതായത് മൊത്തം 4 പേരായിരുന്നു. ഈ 4 പേർ സംഘത്തിൽ റിനി ജോർജ് ഒഴിച്ച് മറ്റ് 3 പേരും വിദേശീയരായിരുന്നു, വിദേശ പൗരന്മാരായി. റിനി ജോർജ് കോട്ടയം സ്വദേശി. യുവാക്കളാണ് 4 പേരും. അതായത് അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ അതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ, പ്രശസ്തമായ ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, ഈ കൊലപാതകം ചെയ്തത്. അത് ചെയ്തതിൻ്റെ അടിസ്ഥാന കാരണം പറയുമ്പോൾ നമ്മളൊക്കെ ഇന്നും നിരാശപ്പെട്ട്, പലരെയും ഓർത്ത് നമ്മൾ നിരാശപ്പെടുന്നുണ്ട്. കാരണം ഡ്രഗ്സാണ്. കള്ളും ബിയറും, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഡ്രഗ്സ്. ഈ ഡ്രഗ്സൊക്കെ സുലഭമായി കിട്ടാൻ തുടങ്ങിയ കാലം അപ്പോൾ എത്രയോ പിന്നോക്കമാണെന്ന് ഓർത്തോളൂ. ഇപ്പോൾ അതിൻ്റെ ആധിക്യം പല രൂപത്തിലും പല മാറ്റങ്ങളിലുമാണെന്ന് മാത്രമേ ഉള്ളൂ. അന്നുമുണ്ട്, ഇന്നും അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കുകയും കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ട ചുമതല നമ്മുടെ പോലീസിനും സമൂഹത്തിന് ഒരു ശ്രമകരമായ പണി തന്നെയാണ്. കാരണം ഓരോ കാലഘട്ടം കഴിയുന്തോറും ഇതിൻ്റെയൊക്കെ ആധിക്യം കുറയുന്നില്ല ഒരിക്കലും. അപ്പം ഇത് അടിപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, അതായത് നമ്മുടെ പുതിയ തലമുറ. കാരണം അടിപ്പെട്ടു പോയാൽ ഏത് പണിക്കും നമ്മൾ പോകും എന്നുള്ളതാണ്. എന്ത് പണിക്കും. അതാണ് ഇവിടെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഗുണപാഠം, അല്ലെങ്കിൽ ഒരു സന്ദേശം എന്ന് പറയാം. ഗുണപാഠം എന്ന് പറയാനൊക്കത്തില്ലല്ലോ, കാരണം അതൊരു സന്ദേശമാണ്. കാരണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമ ഇറങ്ങുകയും ആ സിനിമ ഒലിപ്പിച്ച് വളരെ വലിയ ബാനറുകളൊക്കെ ഇട്ട്, കാരണം അത് അധികം നാളാകുന്നതിന് മുമ്പ് ആ കേസ് കോടതിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതി നടപടികളൊക്കെ കഴിഞ്ഞ സമയത്ത് പ്രതികളെ ഓരോരോ ജയിലുകളിൽ പാർപ്പിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സിനിമ പുറത്തിറങ്ങാൻ തുടങ്ങുന്നത്.
പക്ഷേ അതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ സിനിമ പുറത്തിറങ്ങാൻ വൈകി. എങ്കിലും ആ സിനിമ പുറത്തിറങ്ങി ഏകദേശം അതിൻ്റെ അടുത്ത വർഷം, ഈ സംഭവം നടന്ന ഒക്ടോബറിലാണെങ്കിൽ 1980-ലാണെങ്കിൽ 1981 ഏപ്രിൽ ഈ സിനിമ റിലീസ് ചെയ്തു, വിഷു റിലീസായിട്ട്. അന്ന് തിരുവല്ലയിലെ പ്രശസ്തമായ ബാനർ രാഗം മൂവീസിൻ്റെ ബാനറിൽ മണി മല്യത്ത് സംവിധാനം ചെയ്ത മല്യത്ത് പ്രദേശിൻ്റെ ഉടമയായിരുന്നു. പ്രശസ്തമായ ഒരു കുടുംബമാണ്, ഹൈന്ദവ കുടുംബമാണ് തിരുവല്ലയിൽ. പക്ഷേ അത് പറയാൻ കാര്യം, ഇതെന്താണ് ഇത്രയും പൊലിപ്പിക്കുവാൻ, ഈ സിനിമയെ ഇത്രയും പൊലിപ്പിച്ച് ഒരു സിനിമയാക്കി എടുക്കുവാനുള്ള ആ ഒരു ടെൻഡൻസി, അതും ഒരു തരത്തിൽ ഒരു നമ്മളൊരു എന്തൊക്കെയോ ഒരു അടിമപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട്, അടിപ്പെട്ട് ചെയ്യുന്നതായിട്ട്. അതായത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ആൻറ്റി ഹീറോയിസം എന്നെന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കി അത് ഇറക്കി ഉടനെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത് റെനി ജോർജ് എന്ന ഈ കേന്ദ്ര കഥാപാത്രത്തെ ഹൈലൈറ്റ് ചെയ്തുള്ള പോസ്റ്ററുകളും, പിന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായി അന്ന് മോഹൻലാൽ ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിന് സൈഡ് റോളായിരുന്നു. അതായത് ഈ മൗറീഷ്യസുകാരൻ പൗരൻ്റെ, വിദേശ പൗരൻ്റെ ആ യുവാവിൻ്റെ റോളായിട്ടാണ് മോഹൻലാലിന് കൊടുത്തിരുന്നത്. പക്ഷേ അതൊന്നും സിനിമ ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ പോസ്റ്ററുകൾ കാണിച്ചുകൊണ്ട്, രവീന്ദ്രൻ തമിഴ് നടനാണ് ബേസിക്കലി, പക്ഷേ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പല ചിത്രങ്ങളിലും. അങ്ങനെ രവീന്ദ്രൻ മുഖച്ഛായയോ സാമീപ്യമോ എന്തൊക്കെയോ സാമ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത കാസ്റ്റിംഗ് വെച്ച് രവീന്ദ്രനെ ഒരുപക്ഷെ തിരഞ്ഞെടുത്തതായിരിക്കാം. കാസ്റ്റിംഗ് ഒന്നും മോശമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊരു ചിത്രം അന്ന് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ബാറുകൾ ഒക്കെ കാണിച്ചുകൊണ്ട്, കേന്ദ്രീകരിച്ച ബാർ ഡാൻസുകളൊക്കെ കാണിച്ചുകൊണ്ട് അതുപോലെ ഒരു കഥ ചിത്രീകരിച്ച് ഇറക്കി. പക്ഷേ സിനിമയാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം. സിനിമ ഏത് തരത്തിൽ വേണമെങ്കിലും ഇറക്കാമല്ലോ. പക്ഷേ അതിനകത്തെ നന്മ മാത്രം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക, ബാക്കിയെല്ലാം കണ്ടിട്ട് മറന്നേക്കുക. അല്ല, മറക്കാനൊക്കത്തില്ല പല സംഭവങ്ങളും, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. പക്ഷേ ആ സിനിമ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പോക്കിന് പോട്ടെ. പക്ഷേ അത് ഇത്തിരി കളക്ട് ചെയ്യുകയും ധാരാളം പേര് പോയി കാണുകയും, കാരണം ഈ സംഭവം നേരിട്ട് കാണാൻ ആർക്കും സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായും മനുഷ്യന് സിനിമ ഓടിപ്പോയി കാണുവാൻ തോന്നുന്നു. പക്ഷേ പുരാണ ചിത്രങ്ങൾ കാണുന്ന ഒരു വിഭാഗം കാണും, അതുപോലെ റൊമാൻസ് ചിത്രങ്ങൾ കാണും. അങ്ങനെയൊക്കെയുള്ള കാണുന്ന ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഈ ക്രിമിനൽ ചിത്രങ്ങൾ കാണുവാനുള്ള ടെൻഡൻസി അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഇത്ര വാരങ്ങളിൽ ഓടിയതായിട്ട് ഉള്ള ആ ഒരു പബ്ലിസിറ്റിയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഒരു തെറ്റായ വഴിക്ക് പോയ ഒരാൾ, അല്ലെങ്കിൽ ഒരു ക്രൂരകൃത്യം നടത്തിയ അതിലെ സെൻട്രൽ കഥാപാത്രം എന്ന് പറയുന്ന റെനി ജോർജിനെ ഞാൻ നേരിട്ട് കണ്ട ഒരു അവസരം, അതാണ് നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. അതിനോടൊപ്പം തന്നെ അത് പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നില്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് കൂടി വേണ്ടിയാണ് പെട്ടെന്ന് പറയാം. 1980 ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ തിരുവല്ലയിൽ മീന്തലക്കരയിൽ നടന്ന ഒരു ക്രിമിനൽ സംഭവമാണ് കരിക്കൻ മില്ലിലെ കൊലപാതകം. കേരളത്തിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ക്രിമിനൽ കേസുകളിൽ ഒന്നായിരുന്നു ഈ കൊലപാതകം. ഒടുവിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനും കാരണമായി. മുഖ്യപ്രതി റെനി ജോർജ് പിന്നീട് ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായി. സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത് ഉപദേശിയായിട്ട്, ഒരു ക്രിസ്ത്യൻ സഭയുടെ ഉപദേശിയായിട്ട്, അതായത് ബൈബിൾ ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അതുപോലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളായി മാറിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാറിയതിനാൽ വധശിക്ഷയുടെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഈ കേസ് വഴിവെച്ചു എന്നാണ് നമ്മുടെ വിക്കിപീഡിയയിൽ വളരെ വിശദമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് കരിക്കൻ മില്ല കൊലപാതകം? ഇത് ഡേറ്റ് 6 ഒക്ടോബർ 1980 നടന്നതാണ്. ഒക്ടോബർ 6 1980. ഇപ്പോൾ 44 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കൊലപാതകം നടത്തിയ ആളിൻ്റെ അന്നത്തെ വയസ്സെന്ന് പറയുന്നത് ഏകദേശം 24 വയസ്സ്, 25 വയസ്സിന് മേളിലാണെന്ന് കൂട്ടിക്കൂ. അപ്പോൾ അദ്ദേഹത്തിനും ഏകദേശം ഒരു 60-70 വയസ്സിന് അടുപ്പിച്ചുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അതായത് നല്ല പ്രവൃത്തികൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറയാം. മീന്തലക്കരയാണ് നടന്നത് അത് സംഭവം. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ലൊക്കേഷൻ. അപ്പം ഇത് KC ജോർജ്, റേച്ചൽ ജോർജ് എന്ന വളരെ വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം സമ്പാദ്യങ്ങളുമൊക്കെ ആയിട്ട് വന്ന് അവർ രണ്ടുപേരും മാത്രമായി താമസിക്കുന്ന ഒരു വീടായിരുന്നു ഈ കരിക്കൻ വീട്. അവർക്ക് മറ്റുള്ള പൊതുജനങ്ങളുമൊക്കെ ആയിട്ടോ ബന്ധുക്കളുമായിട്ടോ വളരെ അടുപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അറിയുന്നത്. അവിടെ ആകെ കൂടി വന്നുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരിയായിരുന്നു എന്നും അറിയുന്നു. അതൊക്കെ കേസ് തെളിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിന് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ റെനി ജോർജ്, ഗുലാം മുഹമ്മദ്, ഞാൻ പറയുന്ന പേര് തെറ്റാണ്, ക്ഷമിക്കുക, ഗുലാം മുഹമ്മദ്, ഗുണശേഖരൻ, കിബ്ലോ ഡാനിയൽ, ഇങ്ങനെ 4 പേരാണ്. 4 വർഷംഗമാണ്. കൊള്ളയും കൊലപാതകവുമാണ് അവരുടെ പേരിലുള്ള ആരോപണങ്ങൾ. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ 7 രാവിലെ കേരളത്തിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു വിദൂര ഗ്രാമമായ 1980 മീന്തലക്കരയിൽ കരിക്കൻ വില്ലയിൽ അവരുടെ വീട്ടിൽ വിഷമജീവിതം നയിക്കുന്ന മിസ്റ്റർ KC ജോർജ്, റേച്ചൽ ജോർജ് എന്നിവരുടെ വീട്ടുജോലിക്കാരിയായ ഗൗരി അവരുടെ വീട്ടു ഉടമസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തി അതിരാവിലെ അവരുടെ വീട്ടിലെ ദൈനംദിന ജോലികൾക്കായി എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. അവർ ഉടൻ കേരള പോലീസിൽ വിവരം അറിയിക്കുകയും അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു.
ചില കാൽപ്പാടുകൾ ഒഴികെ, അതായത് ഷൂസിൻ്റെ പാടുകളാണ് ഉദ്ദേശിച്ചത്. അത് ഫോറിൻ ഷൂസ് ആണെന്ന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഷൂസ് അവിടെ ആരും നിർമ്മിച്ച് വിൽക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫോറിൻ ഷൂസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കാൽപ്പാടുകൾ എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അപ്പം ഇങ്ങനെ കാൽപ്പാടുകൾ ഒഴികെ ക്രൂരകൃത്യങ്ങൾ ഒരു സൂചനയും അവശേഷിപ്പിച്ചില്ല. ഇന്ത്യക്ക് പുറത്ത് നിർമ്മിച്ച ഷൂകളാണ് ഈ അടയാളങ്ങൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റകൃത്യവും അന്വേഷണവും എങ്ങനെ നടന്നു? പിന്നീട് കേരള സർവീസിലെ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിയ സിബി മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും അദ്ദേഹം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിനും അതേ പ്രായത്തിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്കാർക്കാൾ. അപ്പം അവരെ സന്ദർശിക്കുമെന്ന്. അപ്പം സംഭവം ഇതാണ്. ജോലിക്കാരി അവരെ അറിയിച്ചു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ദമ്പതികൾ മദ്രാസിലെ മോൻ, മദ്രാസിൽ നിന്നുള്ള മകൻ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വിളിക്കുന്ന അവരുടെ ബന്ധുക്കളിൽ ഒരാൾ ആ ദിവസങ്ങളിൽ അവരെ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജോലിക്കാരി അവരെ അറിയിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർ. ഇത് ചെന്നൈയിലേക്കും, അന്ന് മദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, 1980 അന്ന് മദ്രാസ് എന്നറിയപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട ദമ്പതികളുടെ അടുത്ത ബന്ധുവായ റിനി ജോർജിലേക്കും കേസ് അന്വേഷണത്തെ നയിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ 3 കൂട്ടാളികളായ മൗറീഷ്യസ്കാരനായ ഗുലാം മുഹമ്മദ് എന്ന ചെൻ, മലേഷ്യക്കാരനായ ഗുണശേഖരൻ, കെനിയക്കാരനായ കിബ്ലു ഡാനിയൽ എന്നിവരും അറസ്റ്റിലാകാൻ കാരണമായി. പക്ഷേ ഇതിൽ ഒരാൾ, ഈ കെനിയക്കാരൻ കിബ്ലു ഡാനിയൽ അറസ്റ്റിലാകുന്നത് വളരെ ലേറ്റായിട്ടാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹം നേരെ എംബസിയിൽ പോയി തിരിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ വല വീശിയ പോലീസ് ഏകദേശം 10 ദിവസങ്ങൾക്കുള്ളിൽ എല്ലായിടത്തും വല വീശിയിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. അപ്പം കെനിയൻ എംബസി തന്നെ അദ്ദേഹത്തോട് ഉപദേശിച്ചു എന്നാണ് പറയുന്നത്, കോടതിയിൽ ചെന്ന് ഹാജരായി കീഴടങ്ങാൻ വേണ്ടി. അങ്ങനെയാണ് പിന്നീട് അറിഞ്ഞത്. എന്തായാലും റെനി ജോർജും കൂട്ടാളികളും മയക്കുമരുന്നിന് അടിമകളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. മയക്കുമരുന്ന് വാങ്ങുന്നതിന് പണം സ്വരൂപിക്കുന്നതിനായി പ്രധാന പ്രതിയുമായി അടുത്ത ബന്ധമുള്ള KC ജോർജ്, റീച്ചൽ എന്നിവരെ കൊല്ലാനും കൊള്ളയടിക്കാനും അവർ പദ്ധതിയിട്ടു. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഈ ദമ്പതികൾ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. കുറ്റവാളികൾ അവർ ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം തിരുവല്ലയിലെത്തി 1980 ഒക്ടോബർ 6 രാത്രി ദമ്പതികളെ അടിച്ചും കൊന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവർ കത്തി ഏറ്റ പാടുകളൊക്കെ ഉണ്ട്, കത്തി വെച്ച് കുത്തി എന്നാണ് അറിയുന്നത്. എന്തായാലും അങ്ങനെയാണ് അറിവ്. ദമ്പതികളെ അടിച്ചു കൊന്നു, പണവും ആഭരണങ്ങളുമായി രക്ഷപ്പെട്ടു. അടിച്ചു കൊന്നതായിരിക്കാം ഒരു പക്ഷേ, അങ്ങനെ ആയിരിക്കാം തെളിവ് കിട്ടിയത്. എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. ആഭരണങ്ങളും പണവുമായി രക്ഷപ്പെട്ടു. കുറ്റകൃത്യങ്ങൾ തുടച്ചു നീക്കി അവർ കുറ്റകൃത്യം നടത്തിയവർ റിനി ജോർജ്, ഗുലാം മുഹമ്മദ്, ഗുണശേഖരൻ എന്നീ 3 പ്രതികൾ ഉടൻ പിടികൂടുകയും കിബ്ലു ഡാനിയൽ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. നിയമ നടപടികൾ പിന്നെ നടക്കുകയായി. റിനി ജോർജ് മുഖ്യപ്രതിയായി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 4 പ്രതികൾക്കെതിരെ കേരള പോലീസ് കേസ് ഫയൽ ചെയ്തു. എന്നാൽ പ്രതിയുടെ ആവശ്യപ്രകാരം കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. അത് പിന്നീട് ജീവപര്യന്തമായി കുറച്ചു. 15 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതികൾ 1995 ജൂൺ 23 പുറത്തിറങ്ങി. അതായത് 15 വർഷങ്ങൾക്ക് ശേഷം ജീവപര്യന്തം ഒക്കെ കുറച്ച് കിട്ടും. അത് അവർ നല്ല നടത്തമാണെങ്കിൽ ജയിലിൽ കഴിയുന്ന കാലം. അനന്തരഫലങ്ങൾ എന്താണെന്ന് നോക്കുക. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ റിനി ജോർജ് ആദ്യകാലങ്ങളിൽ ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കടത്ത് നടത്തിയിരുന്നു. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ ജയിലിൽ നടക്കുന്ന കാര്യങ്ങൾ സിനിമകളിലൊക്കെ വരുമ്പോൾ നമ്മൾ വിശ്വസിക്കാറില്ല. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കാറില്ല. കാരണം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. അന്ന് ഇത് നടന്നു എന്നുള്ളതാണ് സത്യം. അനുഭവിക്കുന്നതിനിടെ റിനി ജോർജ് ആദ്യകാലങ്ങളിൽ ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കടത്ത് നടത്തിയിരുന്നു. പിന്നീട് പശ്ചാത്തപിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഒടുവിൽ ഒരു സുവിശേഷകനായി മാറി. അയാൾ പരോളിൽ ആയിരുന്നപ്പോൾ ഒരു നഴ്സായ ടീനയുമായി പ്രണയത്തിലായി. ഇതിൻ്റെ ഇടയ്ക്ക് അതിനു മുമ്പ് പറയുകയാണ്, ഇയാൾ പരോളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ പുള്ളി അതുപോലെ തന്നെ ഒരു സമയത്ത് ഇദ്ദേഹം ഇവിടെ കോട്ടയത്ത് കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു തിരിച്ചു വന്ന് ഇങ്ങനെ പരോളിൽ വെളിയിൽ ഇറങ്ങിയ സമയത്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഉപദേശി, ഒരു ഫാദർ, ഒരാൾ വന്ന് അദ്ദേഹത്തെ റോയ് വർഗീസ് എന്ന മറ്റുമാണെന്ന് തോന്നുന്നു പേര്, തിരുവല്ലയിൽ നിന്ന് വന്ന് കാണാൻ വന്നെന്നാണ് മിസ്റ്റർ റിനി ജോർജ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഞാൻ ഈ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത്. അതായത് കണ്ടുവന്നപ്പം പുള്ളി പ്രതീക്ഷിച്ചിരുന്നത് ഇവരുടെ ജയിലിലെ പദ്ധതി പ്രകാരം വെളിയിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ നടത്തി വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊള്ളയടിച്ച് അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തി തുറന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് ചെല്ലണമെന്നുള്ളതാണ് അവരുടെ നിയമം. ജയിൽ എന്ന് പറഞ്ഞാൽ ജയിലിലെ നിയമം ഞാൻ ഉദ്ദേശിച്ചത് ജയിലിലെ ജയിൽ പുള്ളികളെല്ലാം കൂടി ചേർന്ന് യോജിച്ചെടുക്കുന്ന തീരുമാനമാണിത്. ഒരാൾ പരോളിൽ ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് പണവും ഒക്കെ കിട്ടണം. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെയും വരും. കാരണം ഏതായാലും ഇവരകത്താണ്. പിന്നെ പിടിക്കപ്പെട്ടാലും തെളിയിക്കപ്പെട്ടാലും തന്നെ ശിക്ഷയൊക്കെ ഒരുപോലെ അനുഭവിച്ചാൽ മതി. അപ്പം ഈ ഒരാളെ കൊലപാതകം നടത്തുന്നതിലും വലിയ കുറ്റമൊന്നും അല്ലല്ലോ. അപ്പം ഒരാൾ ഞാൻ പറയുകയാണ്, അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പണം അപഹരിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ATM കൊള്ളയടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബാങ്ക് കൊള്ളയടിച്ച് സ്വർണ്ണപ്പണ്ടങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പം അങ്ങനെ ഒരു ഓപ്പറേഷന് ഉദ്ദേശം വെച്ച് ഇദ്ദേഹം വെളിയിലിറങ്ങിയിരിക്കുന്ന സമയത്ത് ആണ് തിരിച്ചു ചെല്ലുമ്പോൾ പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾ കാണാൻ വന്നു. അദ്ദേഹമാണ് തിരുവല്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അവിടെ നിന്നാണ്. മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയും, നമ്മൾ മാനസികമായി മാറുക എന്ന് പറയും.
അല്ലെങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനിലേക്ക് വരുന്നു എന്ന് പറയുക. അപ്പം അങ്ങനെ പിന്നീട് അറിഞ്ഞത് അയാൾ പരോളിലായിരുന്നപ്പോൾ ഒരു നഴ്സായ ടീനയുമായി പ്രണയത്തിലായി. പിന്നീട് അവരെ വിവാഹം കഴിച്ചു. അവർ മംഗലാപുരംകാരിയാണെന്നാണ് അറിയുന്നത്. ഈ ദമ്പതികൾക്ക് ഒരു മകളുണ്ട്. 1995 ജയിൽ മോചിതനായ ശേഷം ജയിലിൽ കഴിയുന്ന പ്രതികളുടെ കുട്ടികൾക്കായി ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിനീസ് ചിൽഡ്രൻ സ്ഥാപിച്ചു ഇവർ ചേർന്ന്. അപ്പോൾ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. അദ്ദേഹം ഒരു പ്രാസംഗികനായി മാറി. കൂടാതെ കർണാടക സംസ്ഥാനത്തെ ജയിലുകളെ സേവിക്കുന്ന ഒരു മന്ത്രാലയം നടത്തുന്നു. മുൻകാലത്തെയും ഇപ്പോഴത്തെയും തടവുകാരുടെയും അവരുടെ കുടുംബങ്ങളെയും തിരുത്തൽ, ക്ഷേമം, പുനരധിവാസം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ഇതര സംഘടനയായ പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ PFI ബാംഗ്ലൂരു ചാപ്റ്ററും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ പ്രശസ്തമായ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ. റെനി ജോർജ് ജയിൽ മോചിതനായപ്പോൾ സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹത്തിന് കിരൺ ബേദിയിൽ നിന്നുള്ള 1998 സിറ്റിസൺ ഓഫ് ദ ഇയർ അവാർഡും 2008 CNN IBNൻ്റെ റിയൽ ഹീറോസ് അവയും ഉൾപ്പെടെ അവാർഡുകൾ നേടി. റെനി ജോർജിൻ്റെ പരിവർത്തനം ഇന്ത്യയിലെ വധശിക്ഷ വിരുദ്ധ ലോബിയുടെ വാദങ്ങൾക്ക് വിശ്വാസ്യത നൽകി. അതായത് വധശിക്ഷയ്ക്കെതിരെ ഒരു വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് അത് മൂർച്ഛിച്ചു വന്നിരുന്നു. വധശിക്ഷ നടപ്പിലാക്കരുത്, അത് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് അതിനും മുറുക്കം കൂടി എന്നാണ് പറയുന്നത്, ബലം കൂടി. സുപ്രീം കോടതിയുടെ പ്രശസ്തനായ ജസ്റ്റിസ് KT തോമസ് വധശിക്ഷയ്ക്കെതിരായ വാദത്തിൽ കേസ് ഉദ്ധരിച്ചു. സാംസ്കാരിക പരാമർശങ്ങളൊക്കെ നടന്ന് കേസുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുറ്റകൃത്യത്തെ അടിസ്ഥാനമാക്കി ജെ ശശികുമാർ 1982 കേട്ടോ ഈ ചിത്രം. ഞാൻ പറഞ്ഞത് 80-ലാണല്ലോ സംഭവം നടന്നത്. 82 മദ്രാസിലെ മോൻ എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്ത് രവികുമാർ, രവീന്ദ്രൻ, മോഹൻലാൽ, തമ്പി കണ്ണന്താനം തുടങ്ങിയ പിന്നീട് പ്രശസ്തരായ സിനിമാ പ്രവർത്തകർ ഈ ചലച്ചിത്രത്തിൽ പ്രവർത്തിക്കും. ഞാനും ഈ സിനിമ കണ്ട കൂട്ടത്തിലാണ് കേട്ടോ. എന്ന് വെച്ച് നമ്മൾ ക്രിമിനൽ കുറ്റം നമുക്കൊക്കെ അതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഇതെന്താണ് ഈ കുറ്റകൃത്യം എന്നുള്ളത്. പക്ഷേ അത് കാണുമ്പോൾ അത് ആ സിനിമ മുഴുവൻ നിറച്ച് ഇങ്ങനെ ബാറും ഡാൻസും അതുപോലുള്ള സ്റ്റണ്ടും രംഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പോലീസ് ഓഫീസർമാരെ കൊണ്ട് സ്റ്റണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത്, അതായത് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. കാരണം മസാല എൻ്റർടൈൻമെൻ്റ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്തായാലും ഞാൻ ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഈ റെനി ജോർജിനെ ഞാൻ നേരിട്ട് പരിചയപ്പെടാൻ ഒന്നും തീരുമാനിച്ചിട്ടല്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ട് മീറ്റ് ചെയ്തതാണ്. അതായത് ഞങ്ങൾ സ്ഥിരമായിട്ട് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കോപ്പറേറ്റീവ് കോളേജ്, NSS കോപ്പറേറ്റീവ് കോളേജ് എന്ന് പറയുന്ന കോട്ടയത്തെ പ്രശസ്തമായ സ്ഥാപനത്തിൽ BCom പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് രാവിലെ ട്രെയിൻ കയറിയാൽ വേണാട് എക്സ്പ്രസ് പോലുള്ള ട്രെയിൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ കോട്ടയത്ത് ഏകദേശം ഒരു 10 മണിക്ക് മുമ്പേ ഒരു 9 കാലൊക്കെ ആകുമ്പോൾ കോട്ടയത്ത് ചെല്ലും. ഞങ്ങളുടെ ക്ലാസ് ആ സമയത്ത് തുടങ്ങും. ഉച്ചവരെയാണ് ക്ലാസ്. അതിനുശേഷം ഞങ്ങൾ തിരികെ പോരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രാവേളയിലാണ് രാവിലെ വേണാട് എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു ഒരു മൂലയ്ക്ക് ഒരു പുസ്തകമൊക്കെ പിടിച്ച് സഞ്ചി പോലെന്തോ തോളിലുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഒരു വേഷം കണ്ടിട്ട്, എനിക്ക് അതുപോലെ താടിയൊക്കെ കുറച്ചുണ്ട്, പക്ഷേ ആ ഒരു യുവത്വം ഉള്ള ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം പ്രായാധിക്യമുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് ആ സമയത്ത് ഏകദേശം ഒരു 84 കാലഘട്ടത്തിൽ 83-84 പരോളിലിറങ്ങിയ സമയത്തായിരിക്കും. അപ്പോൾ ഈ സുവിശേഷകനൊക്കെ ആയി മാറിയ ഇദ്ദേഹത്തിന് മനസാന്തരം വന്നതിന് ശേഷം ഇദ്ദേഹം ജയിൽ പുള്ളികളിൽ നിന്ന് ഒരുപാട് ചീത്തവിളികളൊക്കെ കേട്ടു. കാരണം ഇയാളിങ്ങനെ മാറിയത്. അപ്പം എന്തായാലും ഇയാളെ ഒത്തിരി തല്ലുകയോ അടിക്കുകയൊക്കെ അവർ ചെയ്തെന്നാണ് പറയുന്നത്. ആദ്യം കയറി ചെന്നപ്പം ജയിൽ പുള്ളിയായിട്ട്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം മാറിപ്പോയി എന്നറിയുമ്പോൾ ഇദ്ദേഹം ഒത്തിരി അവരെ അകറ്റി നിർത്തുകയും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നറിയുന്നു. എന്തായാലും ഇദ്ദേഹം മറ്റ് ജയിൽ പുള്ളികളെ ഒരു 3-4 പേരെ കൂടെ കൂട്ടി ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാക്കി എന്നാണ് പിന്നീട് അറിയുന്നത്. ജയിലിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നല്ല നടത്തമായിട്ടാണ് ജയിലിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയായിട്ട് ഇളവ് ചെയ്ത് കൊടുത്തത് ആയിരിക്കാം. എന്തായാലും ആ ജഡ്ജ്മെൻറ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളോ ഓർഡറൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്രയും കാര്യം നമുക്കറിയാം. ഞാൻ കണ്ടത് ഒരു പരോൾ ഇറങ്ങിയ സമയത്താണ്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കാരണം അന്നത്തെ പ്രശസ്തമായ ഒരു സംഭവമായതുകൊണ്ട് ഞാനും പോയി കാണാനൊക്കെ പോയ കൂട്ടത്തിലാണ്. പിന്നെ അതായത് ഇവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അന്ന് കൊലപാതകം നടന്ന സ്ഥലത്തൊക്കെ പോയി നിന്ന് നോക്കിയതൊക്കെയാണ്. അപ്പം പേപ്പറുകളിലൊക്കെ പടമൊക്കെ വന്നതാണ്. അപ്പം അദ്ദേഹത്തെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ആരും പെട്ടെന്നൊന്നും തിരിച്ചറിയുന്നില്ല. പക്ഷേ എല്ലാവരും തിരക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ, ജോലിക്ക് പോകുന്നവരായിരിക്കും കൂടുതലും. അതുപോലെ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കുറേ കുട്ടികൾ കാണും. എൻ്റെ പണി ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ചിലപ്പോൾ കൂട്ടുകാരും കാണും, 1-2 പേര്. അന്ന് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കൂട്ടുകാർ എവിടെയോ ഒക്കെ ചിലപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും ഇങ്ങനെ നടക്കും. കാരണം വേണാട് എക്സ്പ്രസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ അന്നേ നമുക്ക് ഇടയ്ക്കൂടി ഇങ്ങനെ നടന്ന് നീങ്ങാം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം. അപ്പോൾ ഏകദേശം ഇങ്ങനെ പാൻട്രി കാർ, അതായത് നമ്മുടെ കിച്ചണൊക്കെ വരുന്നത്, അതിനവിടെ അടുത്ത് തന്നെയാണ് പുള്ളി ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ആളാണോ എന്ന്. ഞാൻ പോയി അടുത്തിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സീറ്റൊക്കെ കാലി ഉണ്ടായിരുന്നു.
കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം തന്നെയാണെന്ന്. ഞാൻ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിക്കുന്നതിന് വിരോധമൊന്നും തോന്നരുതേ, റിനി ജോർജ് എന്ന് പറയുന്ന ആളാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അതേന്ന് പറഞ്ഞു. അപ്പം ഓർക്കണം, ഇങ്ങനൊരു സംഭവത്തിന് നമുക്ക് ഇതൊക്കെ ചോദിക്കാനും ഒക്കെ പോകാൻ അന്ന് എങ്ങനെ ധൈര്യം കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവം എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ആൻറ്റി ഹീറോയിസം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് വേണേൽ പറയാം. അത് ഒരു നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. നന്മകളും തിന്മകളും നിറഞ്ഞാണ് മനുഷ്യൻ നിർമ്മിതി. അങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നന്മകളുടെ അംശം നേരിട്ട് നമ്മളെ മനസ്സിലാക്കി, നമ്മളിലെ നന്മകൾ മനസ്സിലാക്കി നമ്മളൊരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്. തിന്മയായിട്ട് ജീവിക്കുകയാണെങ്കിൽ തിന്മകൾ മനസ്സിലാക്കി ജീവിക്കുന്നവൻ അങ്ങനെ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ തിരിച്ചു വന്നാൽ വന്നു. അതാണ് തിരിച്ചു വന്ന ഒരു സംഭവമാണ് ഈ റിനി ജോർജിൻ്റെ സംഭവം. അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹം വളരെ സങ്കോചത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു, എവിടെ പോകാമെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒരിടത്ത് വരെ യാത്ര പോവുകയാണ്, ഞാൻ എൻ്റെ പണി ഇപ്പോൾ ഇതാണ്, ഇങ്ങനെ വേദപുസ്തകം കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിലായി, ശരി, അപ്പം ശരി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചങ്ങ് പോയി. അപ്പം ഞാനിത് കണ്ടിട്ട് വളരെ, കാരണം അന്നത്തെ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പം നടന്മാർ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ട് ഞാൻ വീരവാദം അടിക്കും. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. തിരിച്ചു വന്നു, ഞാൻ ഇന്ന ആളുടെ കൂടെ. അന്നൊക്കെ ഈ ക്യാമറയോ നമ്മളെ കയ്യിൽ മൊബൈലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൽഫി എടുക്കാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരോടും പറഞ്ഞു, ഞാൻ റിനി ജോർജിനെ കണ്ടോളോ, അയ്യോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി ഇത് ഒരു മനുഷ്യൻ അങ്ങനെ ആയിപ്പോയ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ചിന്തിച്ച് നോക്കണം. ഈ 4 പേര് കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വരുന്ന സമയത്ത് ഇവർ ഡ്രഗ്സിന് അഡിക്റ്റായിരുന്നു, അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്റ്റായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു രാത്രിയിൽ ഇവർ ചെന്നൈ, അന്നത്തെ മദ്രാസ്, ഇന്നത്തെ ചെന്നൈ, അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് പോരുകയാണ് നേരെ. കാരണം അവർക്ക് പൈസയില്ല ജീവിക്കാൻ. വീട്ടുകാരൊക്കെ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു ഈ റിനി ജോർജ് എന്നാണ്. ഡൽഹിയിൽ ഒരു പാസ്റ്റർ പണി ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ, മാതാപിതാക്കൾ. അന്ന് ഉപേക്ഷിച്ച നിലയിൽ തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹം ഒന്നും പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. പുള്ളി തന്നെ ഇങ്ങനെ പുള്ളിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഞാനും കണ്ടു. അപ്പം അതിൽ നിന്ന് പുള്ളി മാറി വന്ന ഇങ്ങനെ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതൊരു മഹത്തായ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അവിടെ നമ്മളിലൊക്കെ തിന്മകളുടെ അംശം എല്ലാവരിലും ഉണ്ടാകും. പക്ഷേ ഈ ചീത്ത അംശത്തെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ കഴിവതും നമ്മൾ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രാപ്തമാകുക, അതിനെ നേരിടുക. എന്നിട്ട് നന്മയുടെ വിജയം നമ്മൾ ആഘോഷിച്ച് ജീവിതം ആഘോഷമായി കൊണ്ട് നടക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പം റിനി ജോർജും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇറക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ഏതെങ്കിലും സുവിശേഷ പ്രസംഗവുമായിട്ടോ നല്ല പ്രവൃത്തികൾ ഇതുപോലെ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കാം. അദ്ദേഹം ഇന്നൊരു 1000 കുട്ടികളുടെ ഡാഡിയാണെന്ന് പറയുന്നു. അത് നടത്തുന്ന ഒരു സ്ഥാപനം, അതായത് ജയിൽ പുള്ളികളുടെ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനം. വളരെ മഹത്തരമായ ഒരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും ഒരു ജന്മത്തിൽ 2 ജീവിതം എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതായത് 2 ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ റീബർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു വിഷയം. അപ്പോൾ എന്തായാലും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വ്യത്യസ്തമായ ഒരു കണ്ടന്റുമായി വരുന്നതിലേക്ക് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. നല്ലവരായി ജീവിക്കുക, നന്മ നിറഞ്ഞവരാകുക.